ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. മോതിരം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവരും. അത് സ്വർണമാകണമെന്ന് നിർബന്ധമില്ല താനും. പൊതുവെ എല്ലാവരും മോതിരവിരലിലാണ് മോതിരം ധരിക്കാറ് എങ്കിലും തള്ളവിരലിലും ചൂണ്ടുവിരലിലും നടുവിരലിലും ചെറുവിരലിലുമെല്ലാം മോതിരമിടുന്നവർ കുറവല്ല. ഓരോ വിരലിലും മോതിരമിടുന്നതിന് ഓരോ ഫലങ്ങളാണ് നൽകുന്നത്. ഫാഷന്റെ ഭാഗമായി തള്ളവിരലിൽ സ്റ്റീൽ വളയങ്ങൾ അണിയുന്നവരാണ് മിക്കവരും. വലതു തള്ളവിരലിൽ അണിഞ്ഞാൽ ആഗ്രഹ സാഫല്യവും ഇടതു തള്ളവിരലിൽ അണിഞ്ഞാൽ മാനസിക സമ്മർദ്ദവുമാണ് ഫലം. നേതൃപാടവം വർദ്ധിപ്പിക്കാൻ ചൂണ്ടുവിരലിലെ മോതിരധാരണം സഹായിക്കും. കൂടാതെ എല്ലാ കാര്യവും ആത്മവിശ്വാസത്തോടെ ചെയ്യാനും പ്രചോദനം നൽകും. സ്ത്രീകൾ ഇടത് ചൂണ്ടുവിരലിലും പുരുഷന്മാർ വലത് ചൂണ്ടുവിരലിലും മോതിരമിടുന്നതാണ് നല്ലത്. നടുവിരലിൽ മോതിരമണിയുന്നതിലൂടെ ആത്മാർത്ഥത, ചുമതലാബോധം എന്നിവ വർദ്ധിക്കും. കൂടാതെ സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നതാണ് ഇത്. പ്രണയത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്ന വിരലാണ് മോതിരവിരൽ. ഈ വിരലിൽ മോതിരം ധരിക്കുന്നതിലൂടെ പങ്കാളികൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഊഷ്മളത വർദ്ധിക്കും. അതിനാലാണ് പണ്ട് മുതൽക്കേ വിവാഹമോതിരം മോതിരവിരലിൽ അണിയുന്നത്. ചിന്താശേഷിയെയും ബുദ്ധിശക്തിയെയും ഉത്തേജിപ്പിക്കാൻ ചെറുവിരലിൽ മോതിരം ധരിക്കുന്നത് ഉത്തമമാണ്. അത് സ്വർണ്ണ മോതിരമാണെങ്കിൽ അത്യുത്തമം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.